ഹോർമൂസ് കടലിടുക്കിൽ നാവികമായി നിന്ന് സംശയിക്കുന്ന വസ്തു. സുരക്ഷാ മുന്നറിയിപ്പുമായി ഒമാൻ. മികച്ച തീർത്ഥാടക സേവനം. ഒമാൻ ഹജ്ജ് മിഷന് ലബൈത്തും വെള്ളി മെഡൽ. KMCC സെലാലയിൽ ഈദ് സംഗമം സംഘടിപ്പിച്ചു. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. ഹോർമൂസ് കടലിടുക്കിൽ നാവികമായി നിന്ന് സംശയിക്കുന്ന വസ്തു കണ്ടെത്തിയതിനെ തുടർന്ന് ഒമാൻ മാരിടൈം സെക്യൂരിറ്റി സെന്റർ അടിയന്തര സുരക്ഷാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. ഒമാൻ സമുദ്രാതിർത്തിക്കുള്ളിൽ ഹോർമൂസ് കടലിടുക്കിലെ ഇൻഷോർ ട്രാഫിക് സോണിന് പടിഞ്ഞാറ് ഭാഗത്താണ് സംശയാസ്പദമായ വസ്തു കണ്ടെത്തിയത്. ഈ നിർണായക ജലപാതയിലൂടെ സഞ്ചരിക്കുന്ന എല്ലാ കപ്പലുകളും മത്സ്യത്തൊഴിലാളികളും കടൽ യാത്രക്കാരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതുവരെ പ്രദേശത്തെ സുരക്ഷാ മുൻകരുതലുകൾ തുടരണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. സംശയാസ്പദമായ വസ്തുക്കൾ ശ്രദ്ധയിൽപ്പെട്ടാൽ സുരക്ഷിത അകലം പാലിച്ച് ഉടൻ ബന്ധപ്പെട്ട അധികൃതരെ വിവരം അറിയിക്കണമെന്നും ഒമാൻ മാരിടൈം സെക്യൂരിറ്റി സെന്റർ അഭ്യർത്ഥിച്ചു. ഹോർമൂസ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണവാതക കപ്പൽ ഗതാഗത പാതകളിലൊന്നാണ്. ഈ മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഒമാനും ഇറാനും അടുത്തിടെ വീണ്ടും ആവർത്തിച്ചിരുന്നു. ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബാദർ ബിൻ ഹമദ് അൽ ബുസൈദിയും ഇറാൻ വിദേശകാര്യമന്ത്രിയും തമ്മിൽ ഇക്കാര്യത്തിൽ ടെലിഫോണിൽ സംഭാഷണം നടത്തിയിരുന്നു. ഹജ്ജ് തീർത്ഥാടകർക്കായി മികച്ച സേവനങ്ങൾ ഒരുക്കിയതിന് ഒമാൻ ഹജ്ജ് മിഷൻ ലബൈത്തും പുരസ്കാരത്തിലെ വെള്ളി മെഡൽ ഒമാൻ ഹജ്ജ് മിഷന് സ്വന്തമാക്കി. ഇസ്ലാമിക രാജ്യങ്ങളിലെ ഹജ്ജ് കാര്യാലയങ്ങളുടെ പ്രാദേശിക വിഭാഗത്തിലാണ് ഈ അംഗീകാരം. തീർത്ഥാടകർക്കായി ഒരുക്കിയ സംയോജിത സേവനങ്ങൾ, സേവനങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കൽ, ഔദ്യോഗിക നിയമങ്ങൾ പാലിക്കൽ, തീർത്ഥാടകരുടെ മൊത്തത്തിലുള്ള സംതൃപ്തി എന്നിവ മുൻനിർത്തിയാണ് പുരസ്കാരം സമ്മാനിച്ചത്. ഹജ്ജ് ഓഫീസുകൾക്കിടയിൽ ആരോഗ്യകരമായ മത്സരം വളർത്താനും തീർത്ഥാടക സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്താനുമായി സൗദി അറേബ്യയുടെ ഹജ്ജ് ഉംറ മന്ത്രാലയമാണ് ലബൈത്ത് പുരസ്കാരങ്ങൾ നൽകി വരുന്നത്. പ്രവർത്തനക്ഷമത, ഫീൽഡ് സേവനങ്ങളുടെ ഗുണനിലവാരം, മാർഗനിർദ്ദേശങ്ങളും ബോധവൽക്കരണ ശ്രമങ്ങളും, തീർത്ഥാടകരുടെ യാത്രാ സൗകര്യങ്ങളുടെ മാനേജ്മെന്റ്, ആരോഗ്യ, നിയമപരമായ ആവശ്യങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനാണ് ഒമാൻ ഹജ്ജ് മിഷന് ഈ നേട്ടം ലഭിച്ചത്. KMCCയുടെ ആഭിമുഖ്യത്തിൽ സെലാലയിൽ ഈദ് സംഗമം സംഘടിപ്പിച്ചു. ഒമാൻ വിമൻസ് അസോസിയേഷൻ ഹാളിൽ നടന്ന പരിപാടിയിൽ KMCC ആക്ടിംഗ് പ്രസിഡന്റ് RK അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ഹുസൈൻ കാസിലോട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ ഷൗക്കത്ത് കോവാർ ഈദ് സന്ദേശം നൽകി. ജാബിർ ഷെരീഫ്, കാസിം കോക്കൂർ, സെയ്ഫുദ്ദീൻ അലിയാബാദ്, മുസ്തഫ ഫലൂജ്, മുജീബ് കുച്ചിപ്പുറം, ഷെസ്ന നിസാർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ഒപ്പന, അറബിക് ഡാൻസ്, മാപ്പിളപ്പാട്ടുകൾ, സ്പോർട്സ് ക്വിസ്, വിവിധ ഗെയിമുകൾ എന്നിവ പരിപാടിയുടെ ഭാഗമായി അരങ്ങേറി. ഫൈസൽ വടകര, നാസർ കോക്കൂർ, ഹാഷിം കോട്ടക്കൽ, ഷിഹാബ് കാളികാവ്, റസാഖ് ബുഷേർ, KP കോയ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ഷംസീർ കൊല്ലം സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ നിസാർ മുട്ടുകൽ നന്ദിയും രേഖപ്പെടുത്തി. നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. തൃശൂർ അസോസിയേഷൻ മസ്കത്തിന്റെ നേതൃത്വത്തിൽ ഗാല അൽ അൻസാബ് മേഖലകളിൽ കൂളെയ്ഡ് പദ്ധതിയുടെ ഭാഗമായി പൊതു ഇടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് വെള്ളം, ജ്യൂസ്, ലബാൻ, പഴങ്ങൾ, ലഘുഭക്ഷണങ്ങൾ എന്നിവ വിതരണം ചെയ്തു. എല്ലാ വർഷവും വേനൽക്കാലത്ത് സംഘടിപ്പിച്ചു വരുന്ന ഈ സേവന പദ്ധതിയുടെ ഈ വർഷത്തെ ആദ്യ വിതരണ പരിപാടി വൈസ് പ്രസിഡന്റ് മണികണ്ഠൻ കോത്തോട്ട് ഉദ്ഘാടനം ചെയ്തു. ചൂട് ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ വരും മാസങ്ങളിലും വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് സേവന പ്രവർത്തനങ്ങൾ തുടരുമെന്ന് സാമൂഹിക ക്ഷേമ സെക്രട്ടറി ബിജു അമ്പാടി അറിയിച്ചു. പ്രോഗ്രാം കൺവീനർ കിഫിൽ ഇക്ബാലിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ 400-ലധികം തൊഴിലാളികൾക്ക് കിറ്റുകൾ വിതരണം ചെയ്തു. ശ്യാം കോമോത്ത്, ഉല്ലാസ് വള്ളുള്ളിശ്ശേരി, സുനീഷ് ഗുരുവായൂർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പരിപാടിയുടെ വിജയത്തിനായി പ്രവർത്തിച്ച എല്ലാവർക്കും ട്രഷറർ മുഹമ്മദ് അലി നന്ദി രേഖപ്പെടുത്തി. സെലാലയിൽ ഈദ് സീസൺ 2 എന്ന പേരിൽ കോഴിക്കോട് സൗഹൃദക്കൂട്ടം മാപ്പിളപ്പാട്ട് മത്സരം സംഘടിപ്പിച്ചു. ഷാഹുൽ ഹമീദ് 1-ാം സ്ഥാനവും നൌഷാദ് മാളിയക്കൽ 2-ാം സ്ഥാനവും ജിസ്ന ബിജു 3-ാം സ്ഥാനവും നേടി. ഈദ് ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. കണ്ണൂർ സ്ക്വാഡ് സലാലയിൽ ഈദ് ഔറ എന്ന പേരിൽ ബലിപെരുന്നാൾ ആഘോഷം സംഘടിപ്പിച്ചു. സലാല അൽ വാദിലുലുവിൽ നടന്ന പരിപാടി റസൽ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ പാട്ട്, ഡാൻസ്, ഫാഷൻ ഷോ, ബിരിയാണി മത്സരം എന്നിവ അരങ്ങേറി. വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങളും വിതരണം ചെയ്തു. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസി ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.